നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണല്ലേ. ഈ ചൂടില് നമ്മുടെ സ്കിന്നിന് വളരെ രീതിയിൽ സ്ട്രെസ് വരാനും അതേപോലെ തന്നെ ടാൻ അടിക്കാനും ഹൈഡ്രേഷൻ വെള്ളം കുടിക്കുന്നത് കുറവ് കാരണം വെള്ളത്തിന്റെ അംശം കുറയുന്നത് കാരണം നല്ല രീതിയിൽ ഡ്രൈ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലവർക്ക് ഓയിൽ ഡിസ്ചാർജ് ആയിരിക്കും വരുന്നത്. ഇതൊക്കെ ചിലപ്പോൾ ഈ മോക്കുരു ഉണ്ടാവാനും ഇൻഫെക്ഷൻസ് വരാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പ്രിവെന്റ് ചെയ്യാം കേട്ടോ. നമ്മൾ കെയർ ചെയ്താൽ മാത്രം മതി. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എത്രത്തോളം എക്സ്പെൻസീവ് ആണ് എന്നുള്ളതിലല്ല, അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിന്റെ റുട്ടീൻ എങ്ങനെയാണെന്നുള്ളതിലാണ് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണം. അതായത് ഫേസ് വാഷ് ഉപയോഗിച്ച്. ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ തന്നെ കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കാതിരിക്കുക. നല്ല ഫേസ് വാഷുകൾ, സോപ്പിന്റെ അമൗണ്ട് കുറഞ്ഞ ഫേസ് വാഷ് ഉപയോഗിച്ച് 2 പ്രാവശ്യമെങ്കിലും മുഖം നന്നായിട്ട് കഴുകുക. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞത് നമ്മുടെ സൺസ്ക്രീൻ തന്നെയാണ്. നല്ല രീതിയിലുള്ള സൺസ്ക്രീൻ, എപ്പോഴും ജെല്ലി ടൈപ്പ് സൺസ്ക്രീനുകൾ ഉപയോഗിക്കുക, ക്രീമി ടൈപ്പ് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. സൺ ബേൺ അടിക്കാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ സൺസ്ക്രീൻ നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ 30 SPF കൂടുതലുള്ളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ 2-3 മണിക്കൂർ ഇടവേളകൾ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ചൂട് അത്രയും കൂടുതലാണ്. നമ്മൾ സാധാരണ നോർമൽ ക്ലൈമറ്റ് ഉപയോഗിക്കുന്ന മറ്റ് സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അത്ര എഫക്റ്റ് കിട്ടില്ല. പിന്നെ മോയ്സ്ചറൈസേഷൻ, അത് വളരെ രീതിയിൽ വലിയ ഉപകാരമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എപ്പോഴും ഈ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രീമി ടൈപ്പ് ഉപയോഗിക്കാതിരിക്കും. ജെല്ലി ടൈപ്പ് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള നാച്ചുറൽ കണ്ടന്റ് ആയിട്ടുള്ള അലോവേര അല്ലെങ്കിൽ ഹൈലോറോണിക് ആസിഡ് പോലത്തെ നമ്മൾ വെള്ളത്തിനേക്കാൾ 10 ഇരട്ടി മോയ്സ്ചറൈസേഷൻ തരുന്ന ഒരു സാധനമാണ് ഹൈലോറോണിക് ആസിഡ്. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നോക്കി, നല്ല ബ്രാൻഡുകൾ നോക്കി നമ്മൾ ഉപയോഗിക്കുക. പിന്നെ വെള്ളം നന്നായിട്ട് പിടിക്കുക. വെള്ളം എത്രത്തോളം കുടിക്കുന്നു അത്രത്തോളം നമ്മുടെ സെല്ല് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഇതിനൊക്കെ സഹായിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഏജ് കൂടാൻ, ഏജിന്റെ ആക്സിലറേഷൻ കൂട്ടാൻ ഈ വെള്ളത്തിന്റെ എമൗണ്ട് കുറയുന്നതിലൂടെ സാധിക്കും. നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ശരീരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ കോട്ടൺ ഡ്രസ്സുകൾ മെയിനായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ അണ്ടർ ആംസ് അതുപോലത്തെ ഏരിയകളിലൊക്കെ ചൂട് കാരണം വേർപ്പ് തങ്ങി നിൽക്കാനും ഇൻഫെക്ഷൻസ് വരാനൊക്കെ സാധ്യത. അപ്പോ എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക, നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക. കാരണം നമ്മുടെ സ്കിന്നെ നമ്മൾ തന്നെ നോക്കണം, വേറെ ആരും നോക്കില്ല. എപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് എത്ര എക്സ്പെൻസീവ് ആണ് അല്ലെങ്കിൽ അതിലെല്ലാം കാര്യം എങ്ങനെയാണ് റൂട്ടീൻ കൊണ്ടുപോകുന്നതിലാണ് കാര്യം. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇടാതിരിക്കുക. താങ്ക് യു.